എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദേശാഭിമാനി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണം മാറിയത് നമ്മുടെ കച്ചവടക്കാർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദേശാഭിമാനിക്ക് ഇപ്പോഴും ഒന്നാം പേജിൽ ഇത്രയും വലിയ പരസ്യം എന്നെനിക്ക് പിടികിട്ടുന്നേയില്ല. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പേജിലെ മുഴുവൻ പരസ്യം നന്ദിലേത്ത് ജി മാർട്ടിൻ്റെതാണ്. കഴിഞ്ഞ 10 കൊല്ലം CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാറി മാറി ഇവരൊക്കെ പരസ്യം കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് സിനിമ റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു പത്രത്തിലും പരസ്യമില്ലെങ്കിലും ഒന്നാം പേജിലെ പരസ്യം ദേശാഭിമാനിക്കായിരുന്നു. CPMകാർ പോലും കൈകൊണ്ട് തുറന്നു നോക്കാത്ത പത്രമാണ് ദേശാഭിമാനി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സർക്കുലേഷനിൽ മൂന്നാമതാണ്. മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ദേശാഭിമാനിയാണ്. അത് അടിച്ചേൽപ്പിക്കുകയാണ്. പാർട്ടി അംഗങ്ങൾ വീട്ടിൽ മേടിക്കണം, ട്രേഡ് യൂണിയൻ അംഗങ്ങൾ നിർബന്ധമായും വാങ്ങണം. പക്ഷെ ആരും അത് തുറന്നു നോക്കാറില്ല. ഈ സർക്കുലേഷൻ്റെ ബലത്തിൽ അവർ പരസ്യം പിടിച്ചിരുന്നത് പരസ്യം കൊടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്ന് കച്ചവടക്കാർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇനിയെങ്കിലും കച്ചവടക്കാർ തിരിച്ചറിയുക, ഭരണം മാറി, നിങ്ങൾക്ക് CPMകാരെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും രണ്ടാം പേജാണ് ഒന്നാം പേജായി വന്നിരിക്കുന്നത്. മഹാഭാഗ്യവശാൽ ഇന്നത്തെ പ്രധാന വാർത്ത ഒരു നുണവാർത്തയല്ല. ഉന്നത സമിതി അന്വേഷിക്കും ജന്തർ മന്ദിർ പ്രക്ഷോഭം എന്ന ഒരു കോളത്തിൽ കൊടുക്കാവുന്നൊരു വാർത്ത മെയിൻ സ്റ്റോറിയാക്കി തടി തപ്പിയിരിക്കുകയാണ്. പക്ഷേ രണ്ടാം പേജിലെ പ്രാദേശിക പേജിൽ ഒരു അപകട വാർത്തയുണ്ട്. തുറമുഖം റോഡ് കണക്ടിവിറ്റി പൂർത്തിയായില്ല. ഈ പശ്ചാത്തലം നമ്മൾ ഓർക്കണം. കഴിഞ്ഞ 10 വർഷവും വിഴിഞ്ഞത്തിൻ്റെ പിതാവ് പിണറായി വിജയനാണെന്ന് PSC പരീക്ഷയ്ക്ക് പോലും എഴുതി വെച്ച് വഴിനീളെ പോസ്റ്ററും ഫ്ലെക്സും വെച്ച് ജീവിച്ച കക്ഷികളാണ്. ദേശാഭിമാനി എടുത്താൽ പിണറായിയുടെയും വിഴിഞ്ഞത്തിൻ്റെയും പടമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും സുപ്രധാനമായൊരു സംഭവം ഇന്നലെ അവിടെ നടന്നിട്ട്, വിഴിഞ്ഞം പദ്ധതിയിൽ കയറ്റുമതി കൂടി തുടങ്ങിയിട്ട് ദേശാഭിമാനി ഒന്നാം പേജിൽ നിന്ന് വാർത്തയില്ല. അങ്ങനെ ഒരു പരിപാടി നടന്ന ദേശാഭിമാനി അറിഞ്ഞിട്ടില്ല. രണ്ടാം പേജിൽ ഒരു കുത്തിത്തിരിപ്പ് വാർത്തയുണ്ട്. അത് വളരെ തമാശയാണ്. തുറമുഖം കണക്ടിവിറ്റി പൂർത്തിയായില്ല. വാർത്ത എങ്ങനെ വരുന്നു? വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗം കണ്ടെയ്നറുകൾ കൊണ്ടുപോകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും റോഡ് കണക്ടിവിറ്റി പൂർത്തിയായിട്ടില്ല. എക്സിം കാർഗോ ചൊവ്വാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. എന്നാൽ തുറമുഖത്ത് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പണികൾ പൂർത്തിയായിട്ടില്ല. ദേശീയപാതയിൽ കഴക്കൂട്ടം ഭാഗത്തേക്ക് മാത്രമാണ് റോഡ് ബന്ധിപ്പിച്ചത്. തുറമുഖത്ത് നിന്ന് കണ്ടെയ്നറുകൾ കന്യാകുമാരി ഭാഗത്തേക്ക് പ്രവേശിക്കാനും സൗകര്യമില്ല. കഴക്കൂട്ടം ഭാഗത്തേക്കുള്ള പാതയിൽ കയറിയ ശേഷം കോവളം ജംഗ്ഷൻ കഴിഞ്ഞ് വെള്ളാറിലെത്തി U-ടേൺ എടുത്താൽ മാത്രമേ കന്യാകുമാരി ഭാഗത്തേക്ക് പോകാൻ സാധിക്കൂ. ദേശാഭിമാനിക്ക് വലിയ വേദനയാണ്. ആ കണക്ടിവിറ്റി റോഡുകൾ ഇതുവരെ പൂർത്തിയായില്ല. എൻ്റെ പൊന്നു ദേശാഭിമാനി, ചോദിക്കട്ടെ, ഈ കണക്ടിവിറ്റി പൂർത്തിയാക്കേണ്ട പണി നിങ്ങളുടെ ആയിരുന്നില്ലേ? കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചത് നിങ്ങളല്ലേ? എന്നിട്ട് ഈ കണക്ടിവിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾക്കെന്താ കഴിയാതെ പോയത്? ഇവിടെ തുറമുഖ നിർമ്മാണം അദാനി നടത്തുന്നുണ്ടെന്ന് അറിയാമായിരുന്നല്ലോ. അതിൻ്റെ പേരിൽ നിങ്ങൾ തള്ളുന്നുണ്ടായിരുന്നല്ലോ. ആ തുറമുഖം പൂർത്തിയാകുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ കണക്ടിവിറ്റി റോഡുകളും റെയിൽ ട്രാക്കുകളും ഒക്കെ തീർക്കേണ്ട ബാധ്യത നിങ്ങൾ നിറവേറ്റിയില്ല. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. VD സതീശൻ ഇന്നലെ പറഞ്ഞത് 3200 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ കൊടുക്കണം, നേരത്തെ എടുത്തായിരുന്നെങ്കിൽ 1600 കോടിയിൽ തീർന്നേനെന്നാണ്. മാത്രമല്ല, വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടേക്ക് ചരക്ക് നീക്കം സുഗമമായേനെ. പക്ഷേ തുറമുഖം അദാനി ചെയ്തു, പരിസരത്തെ പണി ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തില്ല. എന്നിട്ട് നാണമുണ്ടോ കണക്ടിവിറ്റി പൂർത്തിയായില്ല എന്ന് പറഞ്ഞ് ഈ ദേശാഭിമാനിക്ക് ഈ സർക്കാരിനെ പഴിക്കാൻ? മലർന്നു കിടന്ന് തുപ്പുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കാണുന്നു. ഒന്നാം പേജിൽ വലിയൊരു തമാശ വാർത്ത കൂടിയുണ്ട്. കോഴിക്കോട് വീണ്ടും EDയുടെ പ്രതികാര റെയ്ഡ്. പാർട്ടിക്കെതിരായ നീക്കമെന്ന് MV ഗോവിന്ദൻ. എക്സാലോജിക് CMRL കേസുമായി ബന്ധപ്പെടുത്തി വീണ്ടും രാഷ്ട്രീയ പേരിത വേട്ടയ്ക്കിറങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിലിന്റെ വീടടക്കം കോഴിക്കോട് ജില്ലയിലെ 8 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. CPIM നേതാക്കൾക്കെതിരെ പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമം എന്ന് പറഞ്ഞ് വളരെ വികാരപരമായി EDയുടെ മാസപ്പടി റെയ്ഡിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു സഖാക്കളെ, കുറച്ചുകൂടി വകതിരിവ് കാണിക്കണം. ED CPMകാരുടെ ലിസ്റ്റ് എടുത്തിട്ട് പോയി റെയ്ഡ് നടത്തിയതല്ല. അങ്ങനെയാണെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയാനേ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ വീട്ടിൽ നടത്തിയാനേ. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കം ED റെയ്ഡ് നടത്തിയ ആളുകളെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം DYFI പാർട്ടി നേതാക്കളാണ്, കച്ചവടക്കാരാണ്. ഇവരെല്ലാം മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരെല്ലാവരുമായി വിജയൻ്റെ മകൾ വീണയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയപ്പോൾ പൊക്കാൻ പോയതാണ്. ഇവിടെ നിൽക്കില്ല, ഇവന്മാരെല്ലാം പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യും, വേണ്ടി വന്നാൽ അകത്തിടും. പിണറായി വിജയന് തണലിൽ കള്ളപ്പണ ഇടപാടിന് കൂട്ടുനിന്നപ്പോൾ ഓർക്കണമായിരുന്നു, കാലം മാറുമെന്നും ഭരണം മാറുമെന്നും. വിലപിച്ചിട്ട് കാര്യമില്ല.
മുഖ്യമന്ത്രിയുടെ തണലിൽ മകൾ മാസപ്പടിക്കൊക്കെ പോയപ്പോൾ അതിന് കൂട്ടുനിന്നവരും വെള്ളം കുടിക്കേണ്ടി വരുന്നത് സ്വാഭാവികം. സംസ്ഥാനത്ത് ഗവർണർ രാജ്. ഒന്നാം പേജിൽ അടുത്ത വാർത്തയാണ്. എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ വിളിച്ചു വരുത്തിയത് ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിനെ നോക്കുകുത്തിയാക്കി സമാന്തര ഭരണം നടത്തുകയാണ് ഗവർണർ. നാണമുണ്ടോ ഗോവിന്ദ ഇങ്ങനത്തെ വിവരക്കാരെ വിളിച്ചു പറയാൻ? ഇതേ സഖാവിൻ്റെ പാർട്ടി ഭരിച്ചിരുന്നപ്പോൾ, അതായത് പിണറായി വിജയൻ ഭരിച്ചിരുന്നപ്പോൾ അന്നുണ്ടായിരുന്ന ഗവർണർ DGPയെ പലതവണ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും വിശദീകരണം തേടിയിട്ടുണ്ട്. പലപ്പോഴും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിളിച്ചിട്ടുണ്ട്. സാങ്കേതികമായി ഭരണത്തലവൻ ഗവർണറാണ്. ഇത് ആദ്യമൊന്നുമല്ല. അന്ന് പിണറായി ഭരിക്കുമ്പോൾ പ്രതികരിക്കാൻ പേടിയാണ് അപ്പം ഗോവിന്ദന്. ഇപ്പോഴിതാ സതീശനാവുമ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയാമല്ലോ. പക്ഷെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സതീശൻ ബുധനാഴ്ച സിംഹം പോലൊരു വരവുണ്ട്. വലിച്ചു കീറി ചവച്ചു തുപ്പുമ്പോൾ പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല. നാലാം പേജിൽ സമ്പൂർണ്ണ എക്സിം പ്രവർത്തനങ്ങൾക്ക് തുടക്കം എന്ന് പറഞ്ഞ വാർത്തയുണ്ട് കേട്ടോ. പക്ഷെ വികസന സ്വപ്നം തീരമണഞ്ഞത് LDFിൻ്റെ ഇച്ഛാശക്തിയിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ല എന്ന് പറയുന്നു. മിഷൻ സമുദ്രയിൽ ദുരൂഹത മാത്രം, എതിർപ്പ് ഭയന്ന് കോൺക്ലേവും മാറ്റി, തുരങ്കം വെച്ചവർ ക്രെഡിറ്റ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് 10 വർഷം കേരളത്തെ നഷ്ടപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നുണ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റോഡിൻ്റെ പദ്ധതി വൈകിപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് വിമർശനമില്ല. 10 വർഷം ഭരിച്ചത് പിണറായിയാണ്, VD സതീശനല്ല. ഇതുവരെയായിട്ടും ആ പരിസരത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളർന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പിണറായിക്കാണ്, CPMനാണ്. നിങ്ങൾ ന്യായീകരിച്ചിട്ടൊരു കാര്യവുമില്ല. പ്രതിക്ക് മുഖ്യമന്ത്രിയുമായി അടുപ്പം കേസ് അട്ടിമറിക്കുന്നു. അടുത്ത ഉടായിപ്പാണ്. ഓപ്പറേഷൻ തുഫാനിൽ പിടിയിലായ മുഖ്യമന്ത്രി അടുപ്പക്കാരനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ അപേക്ഷിക്കാൻ പോലും നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. കുത്തിത്തിരിപ്പല്ലേ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ സ്വന്തം ലഹരി മാഫിയ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. മറ്റേ പയ്യനായി MDMA പിടിച്ചൊരു പയ്യനുണ്ടല്ലോ, അത് നല്ല മറുപടി പറഞ്ഞതാണ്. വിടുന്നില്ല. ദാസ്യവേല ശീലമാക്കി ED, ഭീഷണി നോട്ടീസ്, സമൻസ്, റെയ്ഡ്. വീണ്ടും രാഷ്ട്രീയ വേട്ട. പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിയതിനാണ് ഈ കരച്ചിൽ. അദാനിക്കെതിരെ വാർത്ത. മലയാളി മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ ഗുജറാത്ത് പോലീസ് റെയ്ഡ്. 7-ാം പേജിൽ ആദ്യത്തെ വാർത്തയാണ്. ഇൻഷുറൻസ് കോർപ്പറേഷൻ 37,316 കോടി രൂപ അദാനി ഗ്രൂപ്പിന്റെ സംരംഭങ്ങളിൽ നിക്ഷേപിക്കാൻ നീക്കമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകൻ രവി നായരുടെ വീടുകളിൽ ഗുജറാത്ത് പോലീസ് റെയ്ഡ്. തിങ്കളാഴ്ച പകൽ രവിയുടെ ഡൽഹിയിലെയും കേരളത്തിലെയും വീടുകളിൽ റെയ്ഡ് നടത്തിയത്. കേരളത്തിലെ വീട്ടിൽ നിന്നും രവിയുടെ 2 മൊബൈൽ ഫോണുകളും ഡൽഹിയിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ സഹപ്രവർത്തകൻ സച്ചി ഹെഗ്ഡെയുടെയും ലാപ്ടോപ്പുകളും ഐപാഡും പിടിച്ചെടുക്കുമ്പോൾ ഹാഷ് വാല്യൂ കൈമാറണമെന്ന് നിബന്ധന പാലിക്കാൻ ഗുജറാത്ത് പോലീസ് തയ്യാറായില്ല. ഇത് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ LIC അദാനിയെ കണക്ട് ചെയ്ത് വ്യാജ വാർത്ത കൊടുക്കുന്നു. ആ വ്യാജ വാർത്തയുടെ പേരിൽ കഴിഞ്ഞ കുറേ കാലമായി കേസ് നടക്കുന്നു. കേസെടുത്ത ഉടനെ പിണറായി ചെയ്തതുപോലെ ഓടി വന്ന് റെയ്ഡ് നടത്തുകയല്ല ചെയ്തത്. നോക്കണം, ആ വാർത്ത ദേശാഭിമാനി പറയുന്നു 2025 ഒക്ടോബറിലാണ് LICയുടെ പണം അദാനി ഗ്രൂപ്പ് സംരംഭങ്ങളിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നത് രവി നായർ വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിയത്. ഇവിടെങ്ങോട്ട് എഴുതിയത് അമേരിക്കയിലെ പത്രത്തിലാണ്. വാർത്തയുടെ ലിങ്ക് സാമൂഹ്യ മാധ്യമത്തിൽ ഷെയർ ചെയ്തിരുന്നു. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് പ്രതിനിധികൾ നൽകിയ പരാതിയിൽ ഗുജറാത്ത് പോലീസ് രവി നായർക്കെതിരെ വഞ്ചന, രേഖകൾ കെട്ടിച്ചമച്ചൽ തുടങ്ങി കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു. ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കി വാർത്ത കൊടുത്തതാണ്. അങ്ങനെ സംഭവമേ ഇല്ല. കേസ് കൊടുത്തു, പോലീസ് കേസെടുത്തു. കേസ് റദ്ദാക്കണമെന്ന് രവി നായർ ഹർജി ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. വാർത്തയിലെ രേഖകൾ കെട്ടിച്ചമച്ചതാണോ എന്ന് കണ്ടെത്തേണ്ടത് ഉത്തരവാദിത്തം അന്വേഷണ ഏജൻസിക്കുണ്ടെന്ന് നിരീക്ഷിച്ചു. ദിവസങ്ങൾക്കകമാണ് റെയ്ഡ്. അതായത് കേസെടുത്തു, കേസ് തള്ളിക്കളയണമെന്ന് കോടതിയിൽ പോയി, കോടതി അപേക്ഷ തള്ളി. എന്നിട്ട് പറഞ്ഞു പരിശോധിക്കട്ടെ, രേഖ ശരിയാണോ നോക്കട്ടെ എന്ന്. അതിൻ്റെ ഭാഗമായി റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തിയതും കേസ് അന്വേഷണ ചുമതലയുള്ള കോടതിയുടെ അനുമതിയോടെയാണ്. അങ്ങനെ നിയമപരമായി ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കരയുന്നത്. ഓർക്കണേ, മറുനാടനെതിരെ നിരന്തരം കള്ളക്കേസുകൾ ചുമത്തുക, ഓടി നടന്ന് പിടിക്കുക, മറുനാടിൻ്റെ ഓഫീസിൽ കയറി കമ്പ്യൂട്ടറും മൗസ് പാഡും അടക്കമുള്ളവ പിടിച്ചുകൊണ്ടു പോവുക, ഇതൊക്കെ ചെയ്ത പിണറായിയുടെ പത്രമാണെന്ന് ഓർക്കണം. അന്നൊരു ഹാഷ് വാല്യൂ ഉണ്ടായിരുന്നില്ല. ഒരു ഹാഷ് വാല്യൂ വിട്ടില്ല, ഒരു ഹാഷ് വാല്യൂ നൽകിയില്ല. ഇപ്പോഴും ആ കമ്പ്യൂട്ടറിൽ പലതും പിടിച്ചു വെച്ചിരിക്കുക. ജീവനക്കാരുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് ഇത് തിരിച്ചു കിട്ടിയിട്ടില്ല, ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുക. ഇവിടെ മാധ്യമവേട്ട നടത്തി പ്രതികരണങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ട് ഇപ്പൊ കിടന്ന് കുരയ്ക്കുകയാണ് നാണമില്ലാത്തവർ. ഓരോ മിനിറ്റിലും ഓരോ പോസ്റ്റ് നീക്കുന്നു. 5 മാസത്തിൽ വെട്ടിയത് 2 ലക്ഷം. പ്രതിദിനം 1275 പോസ്റ്റുകൾ സർക്കാർ സെൻസറിങ്. ഇൻസ്റ്റയ്ക്ക് മാത്രം ലഭിച്ചത് 1 ലക്ഷം വിലക്കുത്തരവ്. ജന്തർ മന്ദിർ പ്രക്ഷോഭകാലത്ത് കടും വെട്ടയെന്ന് പറഞ്ഞാണ് അടുത്ത വാർത്ത. എന്തായാലും സതീശനെ വിട്ടു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് VD സതീശൻ വെട്ടുന്നു എന്നായിരുന്നു. ഇപ്പോൾ അത് മോദിയായി. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാത്ത പോസ്റ്റുകൾ നീക്കം ചെയ്യും.
അത് മോദിയോ സതീശനോ വെട്ടണമെന്നില്ല. അതിനെ പറ്റിയ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, സതീശനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ദേശാഭിമാനി പോസ്റ്റ് വിട്ടുന്ന കാര്യത്തിൽ. പിന്നെ എല്ലാം ഇങ്ങനെ കുറേ പേജുകളുണ്ട് കേട്ടോ, എല്ലാം പാഴാണ്. സയൻസ്, ഉപരിപഠനം എന്നൊക്കെ പറഞ്ഞ് കുറേ പോകുന്നുണ്ട്, നമ്മൾ വലിയ കാര്യമൊന്നുമില്ല. 11-ാം പേജിൽ വാർത്തയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ പെരുകുന്നു. സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമില്ലാത്ത മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ എണ്ണം കേരളത്തിൽ പെരുകുന്നു. 2025 വരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 97 ആയിരുന്നെങ്കിൽ ഈ വർഷം 102ആയി. കൂടുതൽ MSSകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവർ മറന്നു പോവുകയാണ്, 2025-ലും 26-ലും ഒക്കെ ഭരിച്ചിരുന്നത് VD സതീശനല്ല, പിണറായി വിജയനാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വലിയ കുഴപ്പക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മിക്കതും തട്ടിപ്പുകാരാണ്. വളരെ കുറച്ച് പേർ മാത്രമേ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നുള്ളൂ. നിയമവിരുദ്ധമായി ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം പിരിച്ച് ആ പണം കൊണ്ട് അവർ മറ്റ് ബിസിനസ്സുകൾ തുടങ്ങിയാണ്. വലിയ വലിയ ശൃംഖലകൾ തുടങ്ങി വെക്കുകയാണ്. വലിയ തട്ടിപ്പാണ്. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഇടപാട് തീരും എന്ന് ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രി തിരിച്ചറിയണം. പക്ഷേ ഇത് മുഴുവൻ തുടങ്ങി വെച്ചതും ഇവർക്ക് വിളയാൻ അവസരമുണ്ടാക്കി കൊടുത്ത പിണറായിയാണ്. എന്നിട്ട് ഇപ്പോൾ കിടന്ന് കരയുന്നു. എന്തായാലും ഈ വാർത്തയ്ക്ക് എൻ്റെ പിന്തുണയുണ്ട്. അവരെ നിയന്ത്രിക്കണം. ഇന്ത്യ പിടിമുറുക്കി ഉള്ളത് പറയാവുന്ന ദേശാഭിമാനിയുടെ സ്പോർട്സ് പേജ് താരതമ്യേന ഭേദമാണ്. പണി അറിയാവുന്നവരാണ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് മുമ്പിൽ തൊഴിലാളികളുടെ ഉശിരൻ പ്രകടനം. ഇതോടുകൂടി സംസ്ഥാന സർക്കാർ മിക്കവാറും താഴെ വീണേക്കും. എന്നാലും ദേശാഭിമാനി ഇന്ന് നുണവാർത്തകൾക്ക് ഡോസ് കുറച്ചിട്ടുണ്ട്. പക്ഷേ ന്യായീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ ജനത്തിനറിയാം എന്ന് മറക്കാതിരിക്കുക.